നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 12 തീയതിയാണ്. 6 നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം 25 തീയതിക്കുള്ളിൽ മഹാഭാഗ്യം വന്നണയാനായി പോവുകയാണ്. ഡിസംബർ 11 ഗുരുവായൂർ ഏകാദശി. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വളരെയധികം ഭാഗ്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും തൻ്റെ ഭക്തർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി വച്ചടി ഉയർച്ച ഉണ്ടാകാനും പോവുകയാണ്. അപ്പോൾ ഡിസംബർ 12 മുതൽ വരുന്ന ഡിസംബർ 25 തീയതിക്കുള്ളിൽ വളരെ മഹാഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ വന്നു ചേരാനായി പോകുന്നത്. വ്യാഴം, ശനി, ബുധൻ, രാഹു, ചൊവ്വ തുടങ്ങിയ പഞ്ചഗ്രഹങ്ങൾ അവയുടെ അനുഗ്രഹമൊക്കെയും ഈ 6 നക്ഷത്രക്കാർക്ക് ഒരുമിച്ച് സിദ്ധിക്കുവാനായി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമെന്നോണം വളരെ വലിയ മാറ്റം ജീവിതത്തിൽ ഡിസംബർ 12 മുതൽ 25 വളരെ മഹത്തരമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതുമായിരിക്കും ഈ 6 നക്ഷത്രക്കാർക്ക്. അപ്പോൾ ആ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമയമായിരിക്കും ഉദിക്കുന്നത്. നക്ഷത്രക്കാരാരൊക്കെയെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കണ്ട. ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താലേ തുടർന്നിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങളിലേക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഡിസംബർ 12 25 തീയതിക്കുള്ളിൽ ആ ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന മഹാഭാഗ്യശാലികളായ 6 നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഡിസംബർ 12 മുതൽ വളരെ വലിയ നല്ല സമയമെന്ന് തന്നെയാണ് പറയേണ്ടത്. അത്രയ്ക്ക് നല്ല സമയം ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് കാർത്തികക്കാർക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ് 12 തീയതി ഡിസംബർ ഇന്ന് മുതൽ വന്നണഞ്ഞിരിക്കുന്നത്. ഭാവി ശോഭനമാകുന്ന തരത്തിലുള്ള പല പരിവർത്തനങ്ങളും ഈ ഡിസംബർ 25 തീയതിക്കുള്ളിൽ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നണയുന്നതാണ്. കർമ്മമേഖലയിൽ വളരെയധികം ശോഭിക്കാൻ സാധിക്കുന്നതാണ്. കർമ്മമേഖല, നമ്മൾ ഏത് മേഖലയിലാണോ കർമ്മം ചെയ്ത് ധനം ഉണ്ടാക്കുന്നത് ആ മേഖലയാണ് നമ്മുടെ കർമ്മമേഖല. അപ്പോൾ ഓരോ ആളുകളും എങ്ങനെയാണോ വേതനം ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ കർമ്മമേഖലയിൽ ഏറ്റവും ഉയർച്ച ഉണ്ടാക്കിയെടുക്കാനായി സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൂടി പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾക്ക് എപ്പോഴും 2 കണ്ണാണ് ഒരു മനുഷ്യനുള്ളത്, എങ്കിലും നിങ്ങൾക്കൊരു 3-ാം കണ്ണുകൂടി ഉണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിക്ക് മേലധികാരിയിൽ നിന്ന് കിട്ടുന്ന അനുമോദനങ്ങൾ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക്, അവിടെ തന്നെ നിങ്ങളോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായ ചില ആളുകൾക്ക് അല്പം അസൂയയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളെ ആ പ്രശ്നത്തിലേക്ക് വലിച്ചിട്ട് നിങ്ങളുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കാനുള്ള സാധ്യത കൂടി ഈ ഒരു സമയത്തുണ്ടാകുന്നുണ്ട്. വളരെ നല്ല സമയമാണ്. കർമ്മമേഖലയിൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഉയർച്ച കണ്ട് ചില ആളുകൾക്കൊരു അസൂയ ഉണ്ടാവുകയും അതുവഴി നിങ്ങൾക്ക് പേരുദോഷം, മാനഹാനി ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത ഈ സമയത്തുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കഴിവതും ആരുമായിട്ടും, അത് സഹപ്രവർത്തകരെന്നല്ല, ആരുമായിട്ടും വാക്ക് തർക്കങ്ങളിൽ പോകാതിരിക്കാൻ ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കണം. കാരണം വളരെ ഉയർച്ചയാണ് വരുന്നത്. നമ്മളുടെ ഉയർച്ച കണ്ട് ചില ആളുകൾക്കൊരു കണ്ണുകടി ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഉയർച്ചയോളം തന്നെ ചിലപ്പോൾ നമുക്കൊരു വീഴ്ച ഉണ്ടായി പോയാലോ എന്നൊരു ബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. വളരെ നല്ല സമയമാണ് ഇത്. ഒരു കുറച്ച് നാളുകൾക്കുള്ളിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഡിസംബർ 12 മുതൽ 25 തീയതിക്കുള്ളിൽ വന്ന് ഭവിക്കാൻ പോകുന്ന വളരെ വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിന് തടയിടാൻ എന്നോണം ചില പ്രവൃത്തികൾ ആളുകൾ ചെയ്ത് നമ്മുടെ ഭാവിക്ക് കൂടി നാശമുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാതിരിക്കാനേ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. പറഞ്ഞു വലുതായിട്ട് നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുകയല്ല, ആരുമായിട്ടും സൗമ്യമായി സംസാരിക്കുക, ആരുമായിട്ടും വാഗ്വാദങ്ങൾക്ക് പോകാതിരിക്കാനൊന്ന് വളരെ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ നല്ല സമയമാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു 25 തീയതിക്കുള്ളിൽ വളരെ വലിയ കാര്യങ്ങളൊക്കെ നടക്കും. അത് പ്രശ്നകരമായ കാര്യങ്ങളിലേക്ക് പോകാതെ എല്ലാം ശാന്തകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കരുതൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്.
അടുത്ത നക്ഷത്രം മകയിരമാണ്. ജോലി സംബന്ധമായി വളരെ നേട്ടങ്ങൾ ഈ ഡിസംബർ 25-നുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോവുകയാണ്. വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്കായിരിക്കും ഏറ്റവും ശോഭനമായ ഒരു ഭാവി. നിങ്ങളാൽ പല കാര്യങ്ങളും കാഴ്ചവെക്കാൻ ഈ സമയത്ത് സാധിക്കുന്നതാണ്. നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് മകയിരം നക്ഷത്രക്കാർക്ക് ഇന്ന് 12-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുന്നത്. സാമ്പത്തികമായി വളരെ ഉയർച്ച, ലോട്ടറി ഭാഗ്യം, കയ്യിലേക്ക് ധനം വന്നു ചേരാനുള്ള ഒരു സമയമാണിതിപ്പോൾ. അല്പം ശത്രുദോഷമൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചില ആളുകൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരാണ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ദോഷങ്ങൾ പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് പരത്തുന്നവരാണെന്നൊക്കെ ചില ആളുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ആരോടെങ്കിലും അല്ലെങ്കിൽ അവർ നിമിത്തം നമുക്ക് ദോഷം വരുമെന്ന് തോന്നുന്ന തരത്തിലുള്ള ആളുകളുമായി അകലം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം അവർ നിമിത്തം നമ്മൾക്ക് കളങ്കം വരാനുള്ള സാധ്യത, നമ്മുടെ നല്ല പ്രവൃത്തികളുടെ മേൽ ഒരു കരിനിഴൽ വീഴാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ജോലി, വിദ്യാഭ്യാസം അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലകളിലും നേട്ടമാണ് നിങ്ങൾക്ക്. പക്ഷേ ആ നേട്ടത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ ചില ആളുകൾ നിമിത്തം ചില ഗ്രഹങ്ങളുടെ വക്രഗതി സഞ്ചാരം കൂടി ഇതിനകത്ത് നമ്മൾ കണക്കിലെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ആരുമായി വാക്കുതർക്കങ്ങളിൽ നിങ്ങളും പോകാതിരിക്കാൻ ഈ ഒരു സമയത്തിനുള്ളിൽ ശ്രമിക്കണം. വളരെ ഭാഗ്യമാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗ്യം കണ്ട് ചില ആളുകൾക്കുള്ള അസൂയ കൂടി ഉണ്ടായിപ്പോയാൽ അത് നമ്മൾക്ക് ചിലപ്പോൾ കരയേണ്ടി അല്ലെങ്കിൽ വിഷമിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക്, അതായത് അവരെന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് നമ്മൾ പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ വാക്കുകൊണ്ട് എന്തെങ്കിലും പറയുകയും അത് നിമിത്തം നമ്മൾക്കൊരു കളങ്കം ഉണ്ടാകാനുള്ള സാധ്യതയും അതുവഴി ചില വിഷമങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഭാഗ്യം അത്രത്തോളം നിങ്ങളിലേക്ക് വരുമ്പോൾ ചുറ്റുപാടും ഒരു കണ്ണുണ്ടായിരിക്കണം. ആരൊക്കെ നല്ലവർ, ആരൊക്കെ ചീത്ത ആളുകളെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. 6 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അതിൽ 3-ാമത്തെ നക്ഷത്രം പുണർദമാണ്. വഴക്ക്, വാക്കുതർക്കങ്ങൾ എന്നിവയിൽ നിങ്ങളും ചെന്ന് ഇടപെടാതിരിക്കാനായി ഈ 12-ാം തീയതി മുതൽ 25-ാം തീയതി വരെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. വിവാഹപരമായി, അതായത് ഒരുപാട് നാളായി വിവാഹത്തിന് കാര്യങ്ങൾ താല്പര്യം എടുക്കുന്നുണ്ട്, കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ വിവാഹം അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിമിത്തം അത് മുടങ്ങിപ്പോകുന്നു. അങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് വന്നു ചേരാൻ പോകുന്നത്. ഈ ഒരു സമയത്തിനുള്ളിൽ നല്ലൊരു പങ്കാളിയെ കണ്ടെത്താനും തുടർന്നുള്ള സമയങ്ങളിൽ അത് വിവാഹത്തിലേക്ക് എത്താനും അതുവഴി സന്തോഷിക്കാനുമുള്ളൊരു ഭാഗ്യമുണ്ടാകുന്നുണ്ട്. കർമ്മമേഖലയിൽ ശോഭിക്കാനായി നിങ്ങൾക്കും സാധിക്കുന്ന വളരെ വളർച്ചയുണ്ടാകുന്ന ഒരു സമയമാണ്. ഉയരങ്ങൾ കീഴടക്കാൻ ഈ 25-ാം തീയതിക്കുള്ളിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തരും. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനായി ശ്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കാരണം മറ്റുള്ളവരെ നേരെ വഴി കൊണ്ടുവരാൻ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. പുണർദ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേകതയാണ്. എല്ലാവരെയും നേരെയാക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ നേരെ പോവുക, അത് ഇന്നത്തെ കാലത്ത് പറ്റും. എല്ലാവരെയും നേരെയാക്കിക്കൊണ്ട് ഒരു വഴിയുടെ പോകാമെന്ന് വിചാരിച്ചാൽ അത് സാധ്യമാകില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും നമ്മൾ ചെയ്യാൻ പോകണ്ട. നമ്മളുടെ ശരികൾ ചെയ്ത് മുന്നോട്ട് പോവുക. അതിന് ഫലം ദൈവം തരും എന്ന വിശ്വാസത്തിൽ. മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ദൈവമായിട്ട് അതിൻ്റെ തെറ്റാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും നമ്മളാൽ പറഞ്ഞു കൊടുക്കാൻ ആളല്ല എന്നൊരു ബോധം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന നിമിത്തം അവരുടെ ദേഷ്യത്തിനും കോപത്തിനും കാരണമാകുന്നു. അപ്പോൾ തക്കം പാർത്തിരുന്ന് അവർ നിങ്ങളെ ദ്രോഹിക്കാനുള്ളൊരു വഴി കൂടി നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. വളരെ നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ചുറ്റും കൂടാതിരിക്കാനുള്ള നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അടുത്ത നക്ഷത്രം ആയില്യമാണ്. സുവർണകാലമാണ്. 12-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള സമയം. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, വാഹന കച്ചവടമൊക്കെ നടത്തുന്ന, അല്ലെങ്കിൽ വാഹനം ബിസിനസ്സായിട്ട് തൊഴിൽ ചെയ്യുന്ന ബസ് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം വാഹന സംബന്ധമായി ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉത്തമമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, ചില ആളുകളുടെ മുതലാളിമാരുടെ കീഴിലായിരിക്കും അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് അവർക്കും കാണും ആഗ്രഹം പുതിയൊരു വാഹനം വാങ്ങിക്കണം എന്നൊക്കെ. അങ്ങനെ സ്വന്തമായി വാഹനം വാങ്ങിക്കാനുള്ളൊരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാകുന്നതാണ്. വാഹനം ഒരുപാട് ഉള്ളവർക്കാണെങ്കിൽ അതിലധികം വാഹനം നിങ്ങളിലേക്ക് എത്താനുള്ള, കാരണം ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വാഹനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമാണ് കാണുന്നത്. നിങ്ങളുടെ വളർച്ചയിൽ കണ്ണുകടിയുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്നുള്ള ബോധ്യം കൂടി നിങ്ങൾ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ നക്ഷത്രക്കാർക്കെല്ലാം, ഈ 6 നക്ഷത്രക്കാരും കാരണം ഭാഗ്യം വളരെ വലിയ തോതിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ചില ആളുകൾ, ബന്ധുക്കൾ തന്നെ ചിലപ്പോൾ ശത്രുക്കളായി മാറാനുള്ളൊരു സാധ്യത കൂടി നിങ്ങൾ കണക്കിലെടുക്കേണ്ടതാണ്. ഒരു 10-32 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഈ 25-ാം തീയതിക്കുള്ളിൽ അത് വളരെ വലിയ തോതിൽ എത്തുമെങ്കിൽ പോലും ജനുവരി, ആയില്യക്കാരുടെ കാര്യമാണ്, ജനുവരി 10-നുള്ളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം, വളരെ ഭാഗ്യവും സന്തോഷവും ആനന്ദവും നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുന്നതും ആയിരിക്കും.
അടുത്ത നക്ഷത്രം അത്തമാണ്. സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് ഡിസംബർ 12 മുതൽ ആഗതമായിരിക്കുന്നത്. വ്യാഴം അനുകൂലമാണ്. അറിയാമല്ലോ, വ്യാഴം അനുകൂലമായി വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. ബുധൻ അല്പം മൗഢ്യത്തിലായതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രത്തിൽ പിറന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ശ്രദ്ധ നന്നായി വേണം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ. അല്പം മൗഢ്യമുള്ളതിനാൽ തന്നെ നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ പോലും അല്പം പിന്നോക്കാവസ്ഥ വരും. അവരെ കുറ്റം പറയാനോ അവരെ ശാസിക്കാനോ നിൽക്കരുത്. ഈ ഒരു സമയവും കടന്നു പോകും. അതിനുശേഷം അവർക്ക് നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. ധനപരമായ ഇടപാടുകൾ നിങ്ങൾ വളരെ കരുതലോടുകൂടി വേണം നടത്തുവാൻ. അതേപോലെ തന്നെ മറ്റുള്ള അപരിചിതരായ ആളുകളെ ആരെങ്കിലും കാണുമ്പോൾ സൗഹൃദത്തിന് പോകാതിരിക്കുകയോ അവർ തരുന്ന വസ്തുക്കൾ എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ധനം കൊടുക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം ഈ ഒരു സമയത്ത് അപരിചിതരായ ആളുകളിൽ നിന്ന് അല്പം മാനഹാനി അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അത്തം നക്ഷത്രക്കാർ വളരെയേറെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യവും ആണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. സാമ്പത്തിക പുരോഗതിയുടെ സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഡിസംബർ 12 മുതൽ തുടങ്ങിയിരിക്കുന്നത്. അസുലഭ സൗഭാഗ്യം എന്ന് പറയണം. കാരണം ഈ അനിഴം നക്ഷത്രക്കാർ മക്കളാൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, സമ്പത്തിൻ്റെ അഭാവം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ച് അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഈ 3 കൊല്ലം കൊണ്ട്, കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട്. ആ അവസ്ഥയ്ക്കാണ് ഒരു മോചനം ഉണ്ടാകാൻ പോകുന്നത്. ധനം സമ്പാദിക്കാൻ വളരെ വലിയ മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുന്ന ഒരു സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ഡിസംബർ 12 തീയതി മുതൽ. വൃശ്ചികം ധനു മാസങ്ങൾ വളരെ ശ്രേഷ്ഠകരമായ ഒരു മാസമായിരിക്കും അനിഴം നക്ഷത്രക്കാർക്ക്. ധനവർദ്ധനവാണ് നിങ്ങൾക്ക് ഈ ദിവസം മുതൽ തുടങ്ങാൻ പോകുന്നത്. ജോലിയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാനും മികച്ച ജോലി കാഴ്ചവെക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി എടുത്തു പറയേണ്ടത് ഈ സമയത്ത് ഈശ്വരാധീനമാണ്. വളരെ വലിയ തോതിലുള്ള ഈശ്വരാധീനം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഏത് കാര്യത്തിനും വിചാരിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് ചെയ്യാനും അതുവഴി നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഏകാദശി കഴിഞ്ഞ് വന്ന ദിവസമാണ്, 12 തീയതിയാണ്. വളരെ ഭാഗ്യങ്ങളാണ് ജീവിതത്തിലോട്ട് വരാൻ പോകുന്നത്. വ്യാഴം അനുകൂലമായി വന്ന് നിൽക്കുന്നതാണ്. പഞ്ചഗ്രഹങ്ങളുടെ അനുകൂലമായി വന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എങ്കിൽ പോലും വിദ്യാർത്ഥികളായ ആളുകൾക്ക് ബുധൻ അല്പം മൗഢ്യമായിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കുക. വളരെ ടെൻഷൻ എടുത്തൊന്നും പഠിക്കാതിരിക്കുക. നിങ്ങൾ മുന്നേ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു, ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ചില കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ അല്പം ടെൻഷൻ വന്ന് പിന്നെ പഠിത്തത്തിൽ ഒന്നുകൂടെ പുറകോട്ടാവും. നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ഒരു ഡിസംബർ 25 കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം വരും. ഈ ഒരു കുറച്ച് ദിവസം അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും പുതുവർഷം വളരെ ഭാഗ്യവുമായിട്ടാണ് വരാൻ പോകുന്നത്. നമ്മൾ പറയാറുണ്ട്, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നേട്ടം ഉണ്ടാകുന്ന ആ ഒരു സമയമാണ് ഈ 6 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയും എൻ്റെ കയ്യിൽ ധനമില്ലെന്ന്. പക്ഷേ അടുത്ത സെക്കൻഡിൽ നിങ്ങളിലേക്ക് ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ് ആഗതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വളരെ ധൈര്യത്തിൽ നിങ്ങൾക്ക് ഏത് കാര്യത്തിനും ഇറങ്ങിപ്പെടാം. ആഗ്രഹിച്ചതൊക്കെയും അനുകൂലത്തിൽ കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ ഈശ്വരാധീനം നിങ്ങൾക്ക് വളരെയധികം സിദ്ധിച്ചിട്ടുള്ള സമയമാണ്. ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നല്ല കാര്യങ്ങൾ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെയും ഓർക്കുക. നിങ്ങളുടെ അറിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് പകർന്നുകൂടി പറഞ്ഞു തരിക കമൻ്റായിട്ടൊക്കെ. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു എന്നൊക്കെ അറിയാൻ നമ്മൾക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഏവർക്കും നന്നായിരിക്കുക. നന്ദി.